മാരായമുട്ടത്തു നിന്ന് ജോയിയുടെ ബന്ധുക്കൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇവരെത്തിയതിനു ശേഷമായിരിക്കും ഈ നടപടികൾ തുടങ്ങുക എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ മോർച്ചറിക്കുള്ളിലേക്ക് ജോയിയുടെ ബന്ധുക്കൾ പോവുകയാണ്. ബന്ധുക്കൾ വരേണ്ടതുണ്ടായിരുന്നു. ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനും ബന്ധുക്കളുടെ സാന്നിധ്യം ആവശ്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പോലീസിന്റെ തന്നെ ഒരു നേതൃത്വത്തിൽ ഇപ്പോൾ ജോയിയുടെ ബന്ധുക്കളെ ഇവിടേക്ക് എത്തിച്ചത്. ഇനി പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ RDOയുടെ സാന്നിധ്യത്തിൽ നടന്നിരുന്നു. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും മാരായമുട്ടത്തെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എത്രയോ വർഷങ്ങളായി ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലൂടെ പോകുന്നതാണ്. പക്ഷേ ഇന്നലെ പോലും എത്രമാത്രം ഈ മിനിഞ്ഞാന്ന് പോലും ഈ അപകടം സംഭവിക്കുമ്പോൾ എത്രമാത്രം കാപട്യമാണ് ഈ മാലിന്യ നീക്കത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമായി ഈ സംഭവം നടന്നതോടുകൂടിയാണ് ഈ കണ്ണിൽ പൊടിയിടൽ, ആളുകളെ പറ്റിക്കൽ എന്ന പരിപാടിയാണ് ഈ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. കാരണം ഈ അപകടം നടന്ന ശേഷം അവിടേക്ക് JCB കൊണ്ടുവരികയും ഈ വലിയ വലയിൽ ടൺ കണക്കിന് മാലിന്യം അവിടെ നിന്ന് വലിച്ചു മാറ്റുകയും ചെയ്തു. നമ്മൾ ആലോചിക്കുന്ന JCBയുടെ സഹായം, അഗ്നിശമന സേനാംഗങ്ങൾ, അത് 10-20 പേർ അവിടെ ഒരേ സമയം തിരച്ചിലും ഈ മാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. ഇത്രയും ആളുകൾ JCBയുടെ യന്ത്രസഹായത്തോടുകൂടി വലിയ വല കൊണ്ടുവന്ന് കോരി മാറ്റുകയാണ് അവിടുത്തെ മാലിന്യം. ആ മാലിന്യം നീക്കുന്നതിനാണ് അതിനു മുൻപ് 3 തൊഴിലാളികളെ ഈ മൺവെട്ടിയുമായി അവിടേക്ക് പറഞ്ഞുവിട്ടത്. മേയർ സംസാരിക്കുന്നു.